السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. فما لعينيك إن قلت كففاها متى وما لقلبك إن قلت استفق يهمي أيحسب الصب أن الحب منكتم ما بين منسجم منه ومضطرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബുറുദ തുടരുകയാണ്. ഇമാം അൽ ബൂസൈരി റളിയല്ലാഹു അൻഹു കഴിഞ്ഞ രണ്ടു വരികളിൽ തന്റെ സംബോധിതനോട് ഇടതടവില്ലാതെ നിത്യമായി ഇങ്ങനെ കരയാനുള്ള കാരണം എന്താണ് എന്ന് ആരാഞ്ഞു. പല കാരണങ്ങളും അങ്ങോട്ട് ചോദിച്ചു. ഇക്കാരണം കൊണ്ടല്ലേ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒരു നിഷേധഭാവത്തിൽ അയാളുടെ പെരുമാറ്റം അങ്ങനെയൊന്നുമല്ല. അപ്പൊ ഇമാം അൽ ബൂസൈരി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, സ്നേഹം മൂലമല്ല നിങ്ങൾ ഇങ്ങനെ കരയുന്നതെങ്കിൽ ഫമാലി ഐനൈക്, നിങ്ങളുടെ രണ്ടു കണ്ണുകൾക്ക് എന്തു പറ്റി? നിങ്ങളുടെ രണ്ടു കണ്ണുകൾക്ക് എന്തു പറ്റി? ഇൻ ഖുൽത, നിങ്ങൾ പറഞ്ഞാൽ, ആ രണ്ട് കണ്ണുകളോട് പറഞ്ഞാൽ, ആവശ്യപ്പെട്ടാൽ, ഉഖ്ഫുഫ, നിങ്ങൾ ഈ കണ്ണുനീരിനെ തടഞ്ഞു വെക്കുവീൻ, പിടിച്ചു നിർത്തുവീൻ എന്ന് പറഞ്ഞാൽ, ഹമത്ത, അവ രണ്ടും നിറഞ്ഞൊഴുകുകയാണല്ലോ, കണ്ണുനീർ പൊഴിക്കുകയാണല്ലോ. ഒമാലി ഖൽബിക്, നിങ്ങളുടെ ഹൃദയത്തിനെന്തു പറ്റി? ഇൻ ഖുൽത, നിങ്ങൾ പറഞ്ഞാൽ, ആ ഹൃദയത്തോട് പറഞ്ഞാൽ, ഇസ്തഫിഖ് എന്ന് പറഞ്ഞാൽ ബോധം തെളിയൂ, ഈ അലക്ഷ്യമായ സഞ്ചാരത്തിൽ നിന്ന്, അശ്രദ്ധയിൽ നിന്ന് ഉണർന്നെണീക്കൂ എന്ന് പറഞ്ഞാൽ, യഹിമി, അത് വീണ്ടും അലക്ഷ്യമായി സഞ്ചരിക്കുകയാണല്ലോ. ഇതാണ് ബൈത്തിന്റെ ആശയം. ഇമാം അൽ ബൂസൈരി റളിയല്ലാഹു അൻഹു കഴിഞ്ഞ രണ്ടു വരികളിൽ ചോദ്യമുന്നയിച്ചു. പക്ഷേ ചോദിക്കപ്പെട്ടയാൾ സംബോധിതൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. കാരണം സ്നേഹിക്കുന്നവരുടെ പതിവാണ് ആദ്യഘട്ടത്തിൽ സ്നേഹം മറച്ചു പിടിക്കുക എന്നുള്ളത്, എന്നല്ല സ്നേഹത്തെ നിഷേധിക്കുക എന്നുള്ളത്. അപ്പോൾ മഹാനായ കവി ബൂസൈരി തങ്ങൾ ആ സംബോധിതനെ ഒരു നിഷേധിയുടെ സ്ഥാനത്തിറക്കി ചോദിക്കുകയാണ്, ഫമാലി ഐനൈക്, എങ്കിൽ നിങ്ങളുടെ രണ്ട് കണ്ണുകൾക്ക് എന്തു പറ്റി? നിങ്ങൾ കരയുന്നത് സ്നേഹം മൂലമല്ല, പ്രേമം മൂലമല്ല എങ്കിൽ ഫമാലി ഐനൈക്, നിങ്ങളുടെ രണ്ട് കണ്ണുകൾക്ക് എന്തു പറ്റി? ഇൻ ഖുൽത, നിങ്ങൾ പറഞ്ഞാൽ, അവിടെ ലഹുമ എന്നുണ്ട്, സങ്കല്പിക്കണം. ഇൻ ഖുൽത ലഹുമ, ആ രണ്ട് കണ്ണുകളോട് നിങ്ങൾ പറഞ്ഞാൽ, ആവശ്യപ്പെട്ടാൽ, ഉഖ്ഫുഫ ഐ അംസിക അനിൽ ബുകാഇ, കരച്ചിലിനെ തൊട്ട് നിങ്ങൾ വിലങ്ങി നിൽക്കുവീൻ, തടഞ്ഞു നിർത്തുവീൻ, കണ്ണുനീരിനെ തടഞ്ഞു നിർത്തുവീൻ എന്ന് പറഞ്ഞാൽ, ഹമത്താ ഐ സാലദംഉഹുമ, അവ രണ്ടിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണല്ലോ. ഒമാലി ഖൽബിക്, സ്നേഹമൂലമല്ല ഈ കരച്ചിലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനെന്തു പറ്റി? ഒമാലി ഖൽബിക്, നിങ്ങളെ കൽബിനെന്തു പറ്റി? ഇൻ ഖുൽത, നിങ്ങൾ ആ കൽബിനോട് ആവശ്യപ്പെട്ടാൽ, ഇസ്തഫിഖ്, ബോധം തെളി, ഉണർന്നെണീക്കെന്ന് പറഞ്ഞാൽ, യഹിമി, യഹിമി എന്ന് പറഞ്ഞാൽ, ഇദാ ഖാമ ബിഹി അൽ ഹിയാം വഹുവ ദാഉൻ കൽ ജുനൂൻ യൻശഉ മിനൽ ഇശ്ഖി വഗൈരിഹി, സ്നേഹം മൂലം പിടിപെടുന്ന ഭ്രാന്ത് പോലെയുള്ള ഒരു രോഗത്തിനിക്കാണ് ഈ ഹിയാം എന്ന് പറയാം. മനസ്സിലായില്ല? അപ്പൊ അലക്ഷ്യമായി